ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആവണമെന്നത് ഒരു ആഗ്രഹമാവണം. ആ ആഗ്രഹ പൂർത്തീകരണം കൂടിയാവാം ഒരുപക്ഷെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ VS അദ്ദേഹവും ആഗ്രഹിച്ചിട്ടുണ്ടാവാം വലിയ ചുടുകാടി തന്നെ താൻ സംസ്കരിക്കപ്പെടണം എന്നത്. അത് സ്വാഭാവികമായും അത് തന്നെ സംഭവിക്കുന്നു എന്നതാണ്. നമുക്കറിയാം വലിയ ചുടുകാടിന്റെ പ്രത്യേകതയെക്കുറിച്ച് കേരളത്തിൽ ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. രാജവാഴ്ചയ്ക്കെതിരായ പുന്നപ്ര വയലാർ സമരവും ആ സ്മരണകൾ ഇരമ്പുന്ന രക്തസാക്ഷി കുടീരങ്ങളും ഉൾപ്പെടുന്ന ദേശീയപാതയ്ക്ക് സമീപമുള്ള വലിയ ചുടുകാടെന്നറിയപ്പെടുന്നത്. അവിടെ ഇപ്പൊ തന്നെ നമുക്ക് കാണാം രാജവാഴ്ചയ്ക്കെതിരെ പോരാടിയ പുന്നപ്ര വയലാർ രക്തസാക്ഷികളും ഇവിടെ സംസ്കരിക്കപ്പെട്ടവരും അടക്കം അവരുടെ പേരുകളടക്കം ശിലാലിഖിതങ്ങളായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പുന്നപ്ര വയലാർ സമര കാലഘട്ടത്ത് അതിന്റെ ഓർമ്മ ദിവസങ്ങളിലെല്ലാം ഈ വലിയ ചുടുകാട് ഒരു പ്രതീകമാണ്. അവരെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമായ ഇടമാണ്. ആ ഇടത്തേക്കാണ് VSും മടങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ VSനെ അദ്ദേഹത്തിന്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടമൊരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് അതിനുവേണ്ടി പ്രത്യേക ഇടം നിർമ്മിച്ച് അതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ ആ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മഴ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുള്ള ക്രമീകരണങ്ങൾ കൂടി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മഴ നനയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ. ഒപ്പം തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു നാളെ വൈകിട്ട് സംസ്കാരം നടന്നതിന് ശേഷം നേതാക്കൾക്കൊക്കെ പങ്കെടുത്ത് ഒരു ചെറിയ രീതിയിൽ ഒരു അനുശോചന യോഗം പോലെ ചേരുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വലിയ ചുടുകാടിന്റെ കാഴ്ചകളിലേക്ക് തന്നെ വരുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ് സഹാവ് TV തോമസ്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം തൊട്ടപ്പുറേക്ക് പോകുമ്പോൾ സഖാവ് PT പുന്നൂസ്, ഒപ്പം ജോർജ് ചടയമുറി, ഒപ്പം KC ജോർജ്. ഈ നേതാക്കളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടങ്ങൾ അതിന് തൊട്ട് സമീപത്തേക്ക് തന്നെ VSന്റെ അന്ത്യവിശ്രമത്തിനുള്ള ഇടവും ഒരുങ്ങുന്നു എന്നത് പ്രത്യേകതയാണ്. അങ്ങനെയാണ് വലിയ ചുടുകാടിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരുക്കങ്ങൾ. ഇവിടെ 4 മണിയോടുകൂടി ഇവിടേക്ക് എത്തുമെന്ന ഒരു അറിയിപ്പാണ് നിലവിൽ ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത് പാർട്ടി. പക്ഷേ അതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം സമയം രാത്രി വൈകിയായിരിക്കാം ഒരു പക്ഷേ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ സാധ്യത. ആ തരത്തിലുള്ള വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടാകുന്നത്. ഇന്ന് ആലപ്പുഴ ജനസഹസ്രങ്ങൾ വന്നു പോകുന്ന സാഹചര്യം തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ഈ വഴിയോരങ്ങളിലും തിരുവനന്തപുരത്തും കണ്ട കാഴ്ചകൾക്കും വ്യത്യസ്തമായി സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്കൊക്കെ യാത്ര ചെയ്ത് തീവണ്ടിയിലും മറ്റ് വാഹനങ്ങളിലുമൊക്കെയായി റോഡുകൾ തമ്പടിച്ചവരുണ്ട്. പക്ഷേ ഇന്നിവിടെ നടക്കുന്ന പൊതുദർശന ചടങ്ങിലേക്ക് ഇവരുടെ എല്ലാം ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാവും. അതിനുശേഷം വലിയ ചുടുകാട്ടിലേക്ക് ഈ സംസ്കാരം എത്തുമ്പോൾ അതൊരു മറ്റു കാഴ്ചയായി കൂടി മാറും. നമുക്കറിയാം വലിയ ചുടുകാട് വലിയ സ്ഥലപരിമിതിയുള്ള ഇടമാണ്. ദേശീയപാതയ്ക്ക് സമീപത്ത് തന്നെയുള്ള ഇവിടെ ഒത്തിരി കൂടുതൽ ആളുകൾക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പരിമിതമായ ആളുകളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളൊക്കെ വൈകിട്ട് നടക്കുക. ആ തരത്തിലാണ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. മഴ ഒരു വില്ലനായേക്കാം എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ അത് കാര്യമായ പ്രശ്നമുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി നനയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ ഇവിടേക്ക് വന്ന് സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. VSനെ സംസ്കരിക്കുന്ന ഇടം കാണുന്നു. അവർക്ക് പുന്നപ്ര വയലാർ സ്മാരകം എന്ന് പറയുന്നത് CPIMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് സംബന്ധിച്ച് വൈകാരികമായ ഒരു ഇടം കൂടിയാണ്. എവിടുന്നാണ് വരുന്നത്? തലശ്ശേരി കോടിയേരി. കോടിയേരിയിൽ നിന്ന് വരുന്നവരാണ്. എപ്പോൾ പുറപ്പെട്ടു? ഇന്നലെ രാത്രി 8 മണിക്ക്. ഇവിടെ വലിയ ചുടുകാട് കാണുന്ന ആദ്യമായിരിക്കും. അല്ല, മുന്നേ വന്ന് കണ്ടു. അവിടുന്ന് എങ്ങനെ ആളുകൾ കൂട്ടത്തോടേക്ക് പോരുന്നുണ്ടോ? ഒരുപാട് ആള് വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ 2-3 വണ്ടി ബസ്സിലും വണ്ടിയെല്ലാം പിടിച്ചു. വിലാപയാത്രന്റെ കൂടെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ആള്. വിലാപയാത്രയ്ക്കൊപ്പം ആളുകൾ പോയിട്ടുണ്ട് അല്ലെ? ഇപ്പം കണ്ണൂരെ സംബന്ധിച്ച് പയ്യാമ്പലം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു ഓർമ്മ ഇടമാണ്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിൽ അല്ലെങ്കിൽ ഈ മധ്യ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ വലിയ ചുടുകാട്. ആ ഓർമ്മകൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നവരാ? മലബാറിന്റെ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണ് കണ്ണൂരും സമീപ ഇടങ്ങളും. അതെ, അപ്പം മധ്യ തിരുവിതാംകൂറിലേക്ക് തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ ഇതൊരു വിപ്ലവ മണ്ണാണ് ആലപ്പുഴ. ആ ഒരു ഓർമ്മയും സ്മരണകളും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ട ഇന്ന് പകൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ വിലാപയാത്രക്ക് പോവുകയാണ് അങ്ങോട്ടേക്ക്.
ശ്രീജ, നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഒരു പക്ഷേ ഇനിയും പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം തലശ്ശേരി, കണ്ണൂര്, കാസർഗോഡ് അങ്ങനെ പലയിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. കാരണം അവരെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നതിന് ചില പരിമിതികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരിടം പിന്നീട് ആലപ്പുഴയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് കൂടുതലായി വരും. ഈ സമീപത്തൊക്കെ വന്ന് ഈ തരത്തിൽ ഇതിന്റെ ഭാഗമായി നിന്ന് ഈ പുന്നപ്ര വയലാർ സമര ചരിത്രങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. BS-ന് അന്ത്യകുടീരം ഒരുങ്ങുന്ന ഇടത്ത് ആ കാഴ്ചകൾക്കൊപ്പം അതിന്റെ ഭാഗമാവുന്നവരുണ്ട്, സെൽഫിയൊക്കെ എടുക്കുന്നവരുണ്ട്. ഈ ഓർമ്മകളുടെ ഭാഗമായി ഇവിടെ ഒന്ന് വന്നു പോകാൻ കൊതിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് ഒക്കെ ഈ കാഴ്ചകൾ ഒരുപക്ഷെ ഒരു വ്യത്യസ്തമാവും. കാരണം ഇവിടെ വന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. VS-ന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്ത് വന്ന് ഒന്ന് സെൽഫി എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒരു ഫോട്ടോ എടുക്കുക, ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു അവശേഷിപ്പുകളായൊക്കെ കാണുന്നവരാണ് അവരൊക്കെ. കാരണം ആ ഒരു പ്രത്യേകതകളൊക്കെ അവരതിന്റെ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ഏറ്റവും വൈകാരികമായ ഒരു ഇടമാണ് എന്ന പ്രത്യേകത കൂടി ഈ കാഴ്ചകൾക്കുണ്ട് എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, VS അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന ഈ ഇടം, ഈ 6 അടി മണ്ണ് ഇനിയൊരു ചരിത്രമാണ്. ഇതൊരു വലിയ പ്രതീകമാണ്. ഒരു സമര നേതാവിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന 6 അടി മണ്ണാണ് ഇവിടെ ഒരുങ്ങുന്നത്. സ്വാഭാവികമായും അതിനൊരു ചരിത്രമുണ്ടാകും. ഇനി കാലങ്ങളിൽ അത് ഒരു വലിയ ഓർമ്മയുടെ ഇടം കൂടിയാണ്. സ്വാഭാവികമായും ആ ഒരു വൈകാരിക നിമിഷങ്ങൾ കൂടി, അതിന്റെ പ്രത്യേകതകളൊക്കെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് എന്നതുകൂടിയാണ് ഇവിടുന്നുള്ള കാഴ്ചകൾ. വലിയ ചുടുകാട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ രാജ്യത്തിന്റെ മഹാമേരുവിന്, VS-ന് വിട നൽകാൻ അദ്ദേഹം മണ്ണിലേക്ക് മടങ്ങുകയാണ്. വിപ്ലവഭൂമിയിലേക്ക്, ആലപ്പുഴയുടെ മണ്ണിലേക്ക്, വലിയ ചുടുകാട്ടിലേക്ക് വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നടക്കും.